വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം 1 തൊട്ടുള്ള തിരുവചനങ്ങൾ. ചുങ്കക്കാരിൽ പ്രധാനിയും ധനിയനുമായിരുന്ന സക്കിയോസ് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊക്കം കുറവായതിനാൽ അവൻ യേശുവിന് മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഒരേ ഒരു ആഗ്രഹമുള്ളൂ, യേശുവിനെ ഒന്ന് കാണണം. അതുകൊണ്ടാണ് സക്കിയോസ് യേശുവിന് മുമ്പേ ഓടിയത്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിക്കമൂർ മരത്തിൻ്റെ താഴെ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി. തന്നെ അതിയായി കാണുവാൻ ആഗ്രഹിക്കുന്ന സക്കിയോസിൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്. സക്കിയോസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച, ക്രിസ്തുവിൻ്റെ വചനം ശ്രവിച്ച സക്കിയോസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്നു. തിടുക്കത്തിലാണ് ഇറങ്ങിച്ചെന്നത്. എങ്ങനെ സ്വീകരിച്ചത്? സന്തോഷത്തോടുകൂടി അവനെ സ്വീകരിച്ചു. സ്വന്തം വീട്ടിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഭവനത്തിലായിരിക്കുമ്പോൾ സക്കിയോസ് എഴുന്നേറ്റ് നിന്ന്, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ ദൈവപുത്രനായ യേശു പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും എബ്രാഹത്തിൻ്റെ പുത്രനാണ്. പ്രിയ സഹോദര സഹോദരി, ഭയപ്പെടേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി പോലും നിരാശപ്പെട്ട് കടന്നു പോകുന്നില്ല. അവർക്ക് രക്ഷയുടെ അനുഭവമുണ്ട്. അവർ മാത്രമല്ല, അവരിലൂടെ അവരുടെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച സക്കിയോസ് കർത്താവിലേക്ക് തിരിഞ്ഞു. ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സക്കിയോസിലൂടെ അവൻ്റെ കുടുംബം, അവൻ്റെ ഭവനം രക്ഷയിലേക്ക് കടന്നു വരികയാണ്. അന്ധകാരത്തിലും അസ്വസ്ഥയിലും വേദനയിലും ദുഃഖത്തിലും നിരാശയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിലും രക്ഷയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട. കർത്താവിനോട് ചേർന്നിരിക്കാം. അരയോട് അരക്കച്ച ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും. നമ്മുടെ തലമുറകൾ രക്ഷ പ്രാപിക്കും. നമ്മളിലൂടെ ഒരു രക്ഷയുണ്ട്. ആ രക്ഷയെ നമുക്ക് സ്വന്തമാക്കണം. ഇന്നലകളിലെ വേദനകളെ ഓർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കാതെ, ഇന്നാണ് സ്വീകാര്യമായ സമയം. ഇതാണ് രക്ഷയുടെ ദിവസം. ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. ദൈവത്തോട് ചേർന്നിരിക്കാം. യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ട. സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കർത്താവിനോട് ചേർന്നിരിക്കാം. ഈ ജീവിതം ധന്യമാകുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. കർത്താവിനോട് ചേർന്നിരിക്കാം. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് രക്ഷ നൽകും.